ഹരേ കൃഷ്ണ നന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷഷ്ടി ദിവസമാണ്. ഞാൻ എല്ലാ ഷഷ്ടി എടുക്കാറുണ്ട്. ഒരു 10 വർഷമായിട്ട് ചില സന്ദർഭങ്ങളിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും എടുക്കാൻ പറ്റുന്ന ആരോഗ്യപരമായ എല്ലാ സമയത്തും ഞാൻ ഷഷ്ടി വ്രതം എടുക്കാറുണ്ട്. അപ്പോൾ ഇന്നൊരു ഷഷ്ടിയാണ്. അപ്പോൾ സ്കന്ദൻ്റെ ഒരു കഥ പറയാമെന്ന് വിചാരിച്ചാണ് വന്നത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലൊരു ചൊവ്വാഴ്ചയാണ് സുബ്രഹ്മണ്യൻ മുരുകസ്വാമി ജനിക്കുന്നത്. പിന്നെ മുരുകസ്വാമിയുടെ ജനനത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. താരകാസുരനും ശൂരപത്മനും സിംഹമുഖനൊക്കെ 3 ലോകങ്ങളും അടക്കി വാണിരുന്ന ആ സമയത്താണ് അപ്പോൾ ഈ താരകാസുരനൊക്കെ തപസ് ചെയ്യുന്ന സമയത്ത് വരം നേടിയിരുന്നു. ശിവശക്തിയിൽ നിന്നൊരു പുത്രനുണ്ടായാൽ മാത്രമേ ആ പുത്രനിൽ നിന്ന് മാത്രമേ അവർ വധിക്കപ്പെടുകയുള്ളൂ എന്ന്. അപ്പോൾ മഹാദേവനാണെങ്കിൽ യോഗീശ്വരനായി സതീദേവിയുടെ മരണശേഷം യോഗനിദ്രയിലാണ് യോഗീശ്വരനായി തപസ് അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ സതീദേവിയുടെ പരിപൂർണ അവതാരമായിട്ടാണ് പാർവതീദേവി ജനിക്കുന്നത്. ഹിമവാന്റെ പുത്രിയായി പാർവതീദേവി ജനിക്കുന്നു. പാർവതീദേവിക്ക് ഭഗവാൻ മഹാദേവനെ വിവാഹം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അദ്ദേഹമാണെങ്കിൽ അത് ഒരു താല്പര്യം കാണിക്കുന്നില്ല. അതിനായി മഹാദേവൻ പ്രസാദിക്കാൻ വേണ്ടി പാർവതീദേവി തപസ് ചെയ്യുന്നു. ആദ്യം ഫലങ്ങൾ ഭക്ഷിച്ചുകൊണ്ടാണ് തപസ് ചെയ്യുന്നത്. പിന്നീട് ഇലകൾ മാത്രം ഭക്ഷിച്ച് തപസ് ചെയ്യുന്നു. അങ്ങനെ ഇലകൾ മാത്രം ഭക്ഷിച്ച് തപസ് ചെയ്തുകൊണ്ട് അപർണ എന്നൊരു പേരും പാർവതീദേവി ഗൗരിക്കുണ്ട്. അങ്ങനെ പാർവതീദേവിയുടെ അതിനുശേഷം വായു ഭക്ഷിച്ച് പാർവതീദേവി തപസ് ചെയ്യുന്നു. അതിൽ ഭഗവാൻ പ്രസാദിക്കുന്നു. മഹാദേവൻ അത് കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവൻ്റെ മനസ്സിലുണ്ട്, ഞാനൊരു 2ാമത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളാണ്. അത് മാത്രമല്ല, ഞാനിങ്ങനെ ചുടല ഭസ്മമൊക്കെ തൂക്കി പുലിത്തോലൊക്കെ ഉപയോഗിച്ച് ജീവിക്കുന്ന എന്നെ എങ്ങനെയാണ് ദേവി ഇഷ്ടപ്പെട്ടത്? അത് സത്യമായൊരു ഇഷ്ടമാണോ എന്നറിയണം. അതിനുവേണ്ടി മഹാദേവൻ പാർവതീദേവിയുടെ മുമ്പിൽ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എന്നിട്ട് ദേവിയുടെ മുന്നിൽ ചെന്നിട്ട് പറയുകയാണ്, ദേവി എന്തിനാണ് മഹാദേവനെ പ്രസാദിക്കാൻ ഇങ്ങനെ തപസ് ചെയ്യുന്നത്? ഇത്രയും സുന്ദരിയായ ദേവി എന്നെപ്പോലെ ആരെങ്കിലും വിവാഹം കഴിച്ച പോലെ ഈ ചുടല ഭസ്മമൊക്കെ തൂക്കി പാമ്പിനെയൊക്കെ കഴുത്തിൽ ചുറ്റി നടക്കുന്ന ആ മഞ്ഞ് അവിടെ അദ്ദേഹത്തെ വിവാഹം കഴിച്ചാൽ തന്നെ ആ മഞ്ഞു മലകളിലൊക്കെ താമസിക്കേണ്ടി വരും. ദേവിക്ക് അത് ഒരിക്കലും അനുയോജ്യമല്ല. ദേവി വേറെ നല്ലൊരാളെ വിവാഹം കഴിക്കൂ. ഈ പുലിത്തോലൊക്കെ ഉപയോഗിച്ച് വസ്ത്രമൊക്കെ അതായി ഉപയോഗിക്കുന്ന ഒരു മഹാദേവനെ, ആ ശംഭുവിനെ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ദേവി രോക്ഷാകുലയാകും. പാർവതീദേവി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങക്ക് എൻ്റെ മഹാദേവനെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഇനി അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ എൻ്റെ യോഗശക്തി കൊണ്ട് അങ്ങയെ ഞാൻ ശപിച്ച് ഭസ്മമാക്കി കളയുമെന്ന് പറയും. അപ്പോൾ മഹാദേവൻ പൂർണ്ണരൂപത്തിൽ വരും, ദേവിയെ പ്രസാദിപ്പിക്കും. അങ്ങനെയാണ് പാർവതീദേവിയെ മഹാദേവൻ വിവാഹം ചെയ്യുന്നത്. അവർ ഒരുപാട് വർഷം, 1000 വർഷത്തോളം അവർ മധുവിധു ആഘോഷിച്ച് അങ്ങനെ സന്തോഷത്തോടെയാണ് ജീവിച്ചത്. പക്ഷേ പാർവതീദേവി ഗർഭം ധരിക്കില്ലെന്ന് ഒരു രതീദേവിയുടെ ഒരു ശാപമുണ്ടായിരുന്നു. രതീദേവിയുടെയും കാമദേവൻ്റെയൊക്കെ കഥ അറിയാമല്ലോ. അപ്പോൾ അതിൽ രതീദേവി കാമദേവൻ ഭസ്മമാക്കപ്പെടുമ്പോഴത്തേക്ക് രതീദേവി പാർവതീദേവിയെ ശപിക്കുന്ന ഒരു ഇതുണ്ട്. പാർവതീദേവിക്ക് ഗർഭം ധരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെ ശിവശക്തിയിൽ നിന്നൊരു രേതസ്, അപ്പോൾ ശിവൻ്റെയും ശക്തിയുടെയും ഒരു പുത്രനാൽ മാത്രമേ താരകാസുരനെ സംഹരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് ദേവന്മാർ എന്ന് പറയുമ്പോൾ ശിവശക്തിയിൽ നിന്നൊരു രേതസ് പുറത്തു വരുന്നു. ആ രേതസിനെ ആദ്യം സ്വീകരിക്കുന്നത് അഗ്നിയാണ്. അഗ്നിക്ക് പക്ഷേ ആ രേതസിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അഗ്നി ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ രേതസിൽ നിന്ന് ആ ചൂട് സഹിക്കാൻ വയ്യാതെ അഗ്നി അത് ഗംഗാനദിയിലേക്ക് ഒഴുക്കി വിടുന്നു. ഗംഗാനദി വെള്ളമല്ലേ, തണുപ്പുണ്ടല്ലോ, അപ്പോൾ സഹിക്കാൻ കഴിയുമെന്നാണ് അഗ്നി വിചാരിക്കുന്നത്. പക്ഷേ ഗംഗാനദിക്കും അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഗംഗാനദി അത് ഒഴുക്കി ശരവണപ്പൊയ്കയിൽ കൊണ്ടുപോയി എത്തിക്കുന്നു. ശരവണപ്പൊയ്കയാണ്
മുരുകസ്വാമി ആ രേതസിനെ 6 കുഞ്ഞുങ്ങളാക്കി എടുക്കുന്നത്. ആ 6 കുഞ്ഞുങ്ങളെ താലോലിക്കാൻ ഇന്നത്തെ സരോഗേറ്റ് മദർ എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയുന്നത് പോലെ ഒരു നമ്മുടെ IVF ഇങ്ങനെ ഭ്രൂണമെടുത്ത ഒരു സ്ത്രീ ഇതിൽ വെച്ച് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വെച്ച് അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, അങ്ങനെയാണ് മുരുകസ്വാമി ജനിച്ചത്. അത് അങ്ങനെ ഒരു രഹസ്യമായ ജനനം, ഗുഹ്യമായൊരു ജനനം, അതാണ് ഗുഹൻ എന്നുള്ള പേര് മുരുകസ്വാമിക്ക് വന്നത്. അങ്ങനെ ആ ശരവണപ്പൊയ്കയിൽ 6 കുഞ്ഞുങ്ങളായി മാറിയ കുട്ടികളെ കൃതികമാർ വന്നാണ് അവരെ നോക്കുന്നത്, പരിലാളിക്കുന്നത്, സ്നേഹിക്കുന്നത്. അങ്ങനെ കൃതികമാർ വന്ന് അവരെ നോക്കിയത് കൊണ്ടാണ് കാർത്തികേയൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോഴാണ് പാർവതി ദേവി തനിക്കൊരു കുഞ്ഞുണ്ടായ വിവരം അറിയുന്നത്. പാർവതി ദേവി മക്കളെ കാണാൻ ഓടി വരുന്നു. അവർ ഓടി വന്ന് മാറിപ്പുണരുന്നു. ആ 6 കുഞ്ഞുങ്ങളെ ഒറ്റ ശക്തിയാക്കി ഒരു കുഞ്ഞാക്കി മാറ്റുകയാണ്. അതാണ് ഷൺമുഖൻ. 12 കൈകളോട് കൂടിയ ഷൺമുഖൻ പിറവിയെടുക്കുന്നു. അങ്ങനെ ദേവി ആ കുഞ്ഞിനെ മാറോടടക്കി പിടിച്ച് പുത്രവാത്സല്യത്തോടെ ദേവി ഹിമാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഭഗവാൻ മഹാദേവൻ എൻ്റെ മകനാണ് അവൻ, സ്കന്ദൻ എന്നറിയപ്പെടും. സ്കന്ദൻ എന്ന് മഹാദേവനാണ് അവന് ഭഗവാൻ മുരുകസ്വാമിയെ വിളിക്കുന്നത്. അങ്ങനെ മുരുകസ്വാമി ഈ കുഞ്ഞിനെ താലോലിച്ച് അങ്ങനെ പാർവതീദേവി വളരെ മനോഹരമായ സ്നേഹത്തോടെ പുത്രവാത്സല്യത്തോടെയാണ്, അങ്ങനെ സ്നേഹിച്ചാണ് പാർവതീദേവി സ്കന്ദനെ വളർത്തുന്നത്. സ്കന്ദനോടുള്ള പുത്രവാത്സല്യം കണ്ട് മഹാവിഷ്ണുവിൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വന്ന ആ കണ്ണുനീരിൽ നിന്ന് അമൃതവല്ലി, സുഗന്ധവല്ലി എന്ന 2 കുട്ടികൾ ഉണ്ടാകുന്നു. അവർ വലുതായി അവർ പിന്നീട് മുരുകസ്വാമിയെ മാത്രമേ വിവാഹം ചെയ്യൂ എന്നുള്ള ഒരിതിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ കഥ വേറെയുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ് മഹാവിഷ്ണുവിൻ്റെ മരുമകൻ എന്നുള്ളൊരു പേരും കൂടി മുരുകസ്വാമിക്കുണ്ട്. അങ്ങനെ കാർത്തികേയൻ 6 മുഖങ്ങളോടുകൂടി ജനിച്ചത് കൊണ്ട് ആറുമുഖൻ എന്നുള്ളൊരു പേരും ഭഗവാൻ മുരുകസ്വാമിക്കുണ്ട്. ശക്തിയാണ്, ശിവൻ്റെയും ശക്തിയുടെയും ആയതിനാൽ ശിവശക്തി തന്നെയാണ് മുരുകസ്വാമി. അങ്ങനെ മുരുകസ്വാമി അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് കുട്ടിയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ വന്ന് ശിവനെ കാണാനായിട്ട് വരുന്നു. ശിവനെന്ത് എനിക്ക് കാണാമെന്താണ് എന്ന് പറയുമ്പോൾ മുരുകസ്വാമി ചോദിക്കുന്നു, ബ്രഹ്മാവെന്തിനാണ് ഇപ്പോൾ എൻ്റെ അച്ഛനെ കാണുന്നത്? അങ്ങ് ആരാണ്? അങ്ങക്ക് ഓമിൻ്റെ അർത്ഥം അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഓമിൻ്റെ ഒരു അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഓമിൻ്റെ അർത്ഥം ഇതൊന്നുമല്ല, മുരുകസ്വാമി അത് സമ്മതിക്കുന്നില്ല, ഇതല്ല ഓമിൻ്റെ അർത്ഥം എന്ന് പറയുന്നു. അങ്ങനെ ബ്രഹ്മദേവനെ മുരുകസ്വാമി അത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് പിടിച്ച് കെട്ടിവെക്കുന്നു. അപ്പോൾ ശിവൻ വരുമ്പോഴത്തേക്ക്, മഹാദേവൻ വരുമ്പോൾ ഇവിടെ ബ്രഹ്മദേവനെ കെട്ടിവെച്ച് ഇരിക്കുകയാണ്. സൃഷ്ടിയൊന്നും നടക്കുന്നില്ല. അപ്പോൾ മഹാദേവൻ മുരുകസ്വാമിയോട് ചോദിക്കും, എന്തിനാണ് പുത്ര അങ്ങനെ ചെയ്ത് എന്തിനാണ്? ബ്രഹ്മദേവനെ അങ്ങനെ കെട്ടിവെക്കാനൊന്നും പാടില്ല, സൃഷ്ടികർത്താവാണ് ഭഗവാൻ, ബ്രഹ്മദേവനെ അങ്ങനെ ചെയ്യരുതെന്ന് പറയും. അപ്പോൾ മുരുകസ്വാമി പറയുന്നത്, ഇദ്ദേഹമാണോ സൃഷ്ടി ചെയ്യുന്നത്? ഇദ്ദേഹത്തിന് ഓമിൻ്റെ അർത്ഥം പോലും അറിയില്ല എന്ന് പറയും. അപ്പോൾ മഹാദേവൻ ചോദിക്കും, നിനക്കറിയാമോ ഓമിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാമോ എന്ന് ചോദിക്കും. അങ്ങനെ മഹാദേവൻ അത് എല്ലാവരോടും കൂടി അങ്ങനെ പറയാൻ പറ്റത്തില്ല, അങ്ങയുടെ ചെവിയിൽ ഞാൻ സീക്രട്ടായിട്ട് പറഞ്ഞു തരാമെന്ന് പറയും. അങ്ങനെ മഹാദേവൻ മുരുകസ്വാമിയെ എടുത്ത് തോളിലിരുത്തുന്നു. അങ്ങനെ തോളിലിരുത്തിക്കൊണ്ടാണ് ചെവിയിൽ ഇങ്ങനെ അടക്കം പറയുന്ന പോലെ ചെവിയിൽ രഹസ്യമായിട്ടാണ് മഹാദേവനോട് മുരുകസ്വാമി ആ ഓങ്കാരത്തിൻ മന്ത്രം അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത്. അത് സ്വാമിമലയിൽ ഇരുന്നു കൊണ്ടാണ് അത് പറയുന്നതെന്നാണ് പറയുന്നത്. ആ സ്വാമിമലയിൽ ഇപ്പോഴും നമ്മൾ സ്വാമിമലയിൽ ഇരുന്ന് ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുകയാണെങ്കിൽ മുരുകസ്വാമി സ്കന്ദൻ അച്ഛനോട് പറയും, അദ്ദേഹത്തെ ഭക്തനായി സ്വീകരിക്കണമെന്ന് സ്കന്ദൻ പറയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സ്വാമിമലയിൽ പോയി ഓംകാരമന്ത്രം ചെല്ലാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. അതുകൂടാതെ അതിനുശേഷം പിന്നീട് ശൂരപത്മനുമായി യുദ്ധം ചെയ്യുന്നു. അതിനുശേഷം ക്ഷമ പറഞ്ഞു അങ്ങനെ പോകുന്നു. ശൂരപത്മനെ വധിക്കാനായിട്ട് 10 ദിവസം നീണ്ട യുദ്ധത്തിനിടയ്ക്ക് മുരുകസ്വാമി അപ്രത്യക്ഷനാകുന്നു. അപ്രത്യക്ഷനായ സമയത്ത് പാർവതീദേവി മകനെ കാണാതെ വിഷമിച്ച്
അപ്പോൾ മകനെ കാണാൻ വേണ്ടി ആ സങ്കടത്തിൽ പാർവതീദേവി മുരുകസ്വാമിക്ക് വേണ്ടി നടത്തുന്നതാണ് ഷഷ്ഠീവ്രതം എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ വേറെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, ഈ മുരുകസ്വാമി വലുതായതിനു ശേഷം ഓമിൻ്റെ അർത്ഥം ചോദിച്ച് ബ്രഹ്മദേവനെ പിടിച്ച് കെട്ടി വെക്കുന്നുണ്ടല്ലോ, അത് മുരുകസ്വാമിക്ക് പിന്നീടാണ് തൻ്റെ തെറ്റ് മനസ്സിലാകുന്നത്. അതിൽ ദുഃഖിച്ച് അങ്ങനെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അതിന് പശ്ചാത്താപം ചെയ്യണം എന്നൊരു തോന്നലുണ്ടായതിനു ശേഷം മുരുകസ്വാമി സർപ്പമായിട്ട് കുറേ നാൾ സർപ്പത്തിൻ്റെ രൂപത്തിൽ ജീവിക്കുകയാണ്. മകൻ്റെ ആ സർപ്പരൂപം കണ്ട് സങ്കടം തോന്നിയാണ് പാർവതീദേവി മകൻ്റെ സാധാരണ പൂർവ്വരൂപം കാണാനായിട്ട് പാർവതീദേവി എടുക്കുന്ന ഒരു വ്രതമാണ് ഷഷ്ഠീവ്രതം. 6 ദിവസമാണ് ഷഷ്ഠീവ്രതത്തിൻ്റെ നോക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കണം. അതിനുശേഷം 5ാമത്തെ ദിവസം ഒരിക്കലായി ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കണം. പിന്നീട് പിറ്റേ ഷഷ്ഠിയുടെ അന്ന് അമ്പലത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ച് അഭിഷേകമൊക്കെ കണ്ട് തൊഴുത് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം. നിർജ്ജലായിട്ട് എടുക്കുന്നവരുണ്ട്. അത് ഓരോരുത്തർ അവരവരുടെ ആരോഗ്യം പോലെയൊക്കെ ചെയ്യുക. അത് വൈകുന്നേരം ഷഷ്ഠിയുടെ അന്ന് വൈകുന്നേരം നമുക്ക് ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ നമുക്കത് പാരണ വീടാവുന്നതാണ്. ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി തീർത്ഥവെള്ളം വാങ്ങി കുടിച്ചാൽ മതി. അത് പാരണ വീടിയതായിട്ട് തോന്നും, പാരണ വീടിയതായിട്ടിരിക്കും എടുക്കും. അങ്ങനെയാണ് ഷഷ്ഠീവ്രതം എടുക്കുന്നത്. അങ്ങനെ ഷഷ്ഠി അതിനിടയിൽ തന്നെ പഴനിയിലേക്ക് ഭഗവാൻ പോയത്, സ്കന്ദൻ പോയത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ്. നാരദമുനി ഒരു പഴവുമായി വരുന്നതും ഗണപതിക്കും മുരുകനും പഴം വേണം എന്നുള്ളത് ഒരു ഇത് വരുമ്പോഴത്തേക്കും മഹാദേവൻ പറയും ഉലകം ചുറ്റി വരുന്നത് ആരാണ്, അവർക്ക് ആദ്യം ഇത് കൊടുക്കും, പഴം കൊടുക്കാമെന്ന് പറയും. അങ്ങനെ നാരദ മുനിയുടെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് മുരുകൻ ഉടനെ മയിലിൻ്റെ പുറത്ത് കയറി, മയിൽവാഹനനാണ്, മയിലിൻ്റെ പുറത്ത് കയറി ഉലകം ചുറ്റാൻ പോകുന്നു. അപ്പോൾ ഗണപതി സ്വാമി പറയുന്നു, എനിക്ക് ഈ മൂഷികൻ്റെ പുറത്ത് കയറി ഞാൻ എപ്പോൾ ചുറ്റി വരാനാണ്, എൻ്റെ ഉലകം എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമാമഹേശ്വരന്മാരെ പ്രദക്ഷിണം ചെയ്തു വന്ന ഉമാമഹേശ്വരന് പഴവും കൊടുക്കുന്നു. അതിൽ മുരുകൻ വരുമ്പോൾ ഇവിടെ ഗണപതി സ്വാമി പഴം തിന്നുന്നതാണ് കാണുന്നത്. അതിൽ പിണങ്ങിയാണ് മുരുകൻ സ്വാമി പഴനിയിലേക്ക് പോകുന്നത്. അവിടെ പോയി തപസ് ചെയ്യുകയാണ്. ദണ്ഡായുധപാണിയായി അവിടെ ഇരുന്ന് തപസ് ചെയ്യുകയാണ് മുരുകസ്വാമി. മകനെ വിളിക്കും, പക്ഷേ അമ്മ എനിക്ക് പഴം തന്നില്ലല്ലോ എന്ന് മുരുകസ്വാമി ഒരു പിണക്കം പോലെ പറയുകയാണ്. അതിൽ സങ്കടം തോന്നിയ പാർവതീദേവി പറയുന്നു, പഴമേ നീയപ്പ, നീ തന്നെയാണ് പഴം, എൻ്റെ പഴം നീ തന്നെയാണ് മകനെ, തിരികെ വരൂ. പക്ഷേ മുരുകസ്വാമി അവിടെ തപസ് ചെയ്യുകയാണ്, യോഗീശ്വരനായി അവിടെ പഴനിയിലിരിക്കുകയാണ്. ശിവൻ്റെയും ശക്തിയുടെയും തേജസ്സിൽ നിന്നും വന്ന മുരുകസ്വാമിക്ക് എന്തെല്ലാം ശക്തികളാണ്. വാർ ഗോഡ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. യുദ്ധത്തിൽ ഇതുവരെ ഒരിക്കലും തോറ്റിട്ടില്ലാത്ത ഭഗവാനാണ് മുരുകസ്വാമി. നമ്മളെത്ര ഷഷ്ഠീവ്രതം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ നമ്മളെ കൈവിടില്ല. എന്നും ഭഗവാൻ നമ്മളെ മുരുകസ്വാമിയുടെ അടുത്ത് കൂട്ടിച്ചേർത്ത് എനിക്ക് കൂടെ നിർത്തും. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഷഷ്ഠീവ്രതം എടുക്കാൻ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ഷഷ്ഠീവ്രതം എടുക്കാൻ നോക്കണം. അതുപോലെ തന്നെ ഈ ജ്യോതിഷ പണ്ഡിതനാണ് ജ്യോത്സ്യമൊക്കെ പറയുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ മുരുകസ്വാമിയാണ്. മയിൽപ്പീലി വെച്ചില്ലെങ്കിൽ സ്കന്ദൻ ശ്രീകൃഷ്ണനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഒരു അംശം തന്നെയാണ് പാർവതീദേവിയുടെ. നമ്മൾ ഏകാദശി എടുക്കുന്നതോടൊപ്പം തന്നെ ഏകാദശി എടുത്താൽ വേറെ വ്രതങ്ങളൊന്നും എടുക്കണ്ട എന്നാണ് പറയുന്നത്. ഏകാദശി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഷഷ്ഠി വ്രതവും എടുത്തു കഴിഞ്ഞാൽ പാർവതീദേവി ഗണപതിയുടെയും സ്കന്ദനെയും പ്രാർത്ഥിച്ചാൽ മാത്രമേ പാർവതീദേവി നമ്മളെ അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത്. പാർവതീദേവി അനുഗ്രഹിച്ചാൽ മാത്രമേ നമ്മൾ ഭഗവാന്റെ ഒരു
സ്നേഹം നമുക്ക് കിട്ടും. പാർവതി ദേവിയുടെ പാർവതി ദേവി തന്നെയാണ്, പാർവതി ദേവിയുടെ ഒരു അവതാരമാണ് കൃഷ്ണനെന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷഷ്ഠീവ്രതം എടുക്കാൻ കഴിയുന്ന സമയത്ത് എല്ലാവരും ഷഷ്ഠീവ്രതം എടുക്കണം. ഭഗവാൻ മുരുകസ്വാമിയെ എല്ലാവരും പ്രാർത്ഥിക്കണം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ. ഹരഹരോ ഹരഹര ഭഗവാൻ.